തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വിപുലമായ പ്രചാരണത്തിന് തയ്യാറെടുക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രചാരണം. ജില്ലകൾ തോറും വികസന സെമിനാറുകൾ സംഘടിപ്പിക്കാൻ ആലോചിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും സെമിനാറുകൾ ഉണ്ടാകും. റോഷിപാൽ എത്തുന്നു നമുക്കൊപ്പം വീണ്ടും. റോഷിപാൽ, വെൽക്കം ബാക്ക്. ഏത് രീതിയിലുള്ള ഒരു പ്രചാരണ പ്രവർത്തനമായിരിക്കും? നവകേരള സദസ്സ് യാത്ര ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപുള്ള മാസങ്ങളാണ്. എത്ര സമയമെടുത്ത് ഈ പ്രചാരണ പരിപാടികൾ നടത്താനാണ് ആലോചിക്കുന്നത്? സുജയ പാർവതി, തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രചാരണത്തിന് തയ്യാറെടുക്കുന്നത്. സംസ്ഥാനത്ത് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് സെമിനാറുകളടക്കം സംഘടിപ്പിച്ചുകൊണ്ടാണ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതാണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണമാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഏറെ താമസിയാതെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ജില്ലാ തലത്തിൽ വികസന സെമിനാറുകളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ സെമിനാറുകളിൽ പങ്കെടുക്കും. മറ്റ് സെമിനാറുകളിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രസംഗം കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവഴി കഴിഞ്ഞ 9 വർഷക്കാലത്തെ LDF സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. അതേസമയം തന്നെ ഈ തരത്തിൽ പ്രചാരണം നടത്തുമ്പോൾ നേരത്തെ നവകേരള സദസ്സ് എന്ന ഘട്ടത്തിലുള്ളതുപോലെ പ്രതിപക്ഷം ഇതിനെതിരെ ധൂർത്തെന്ന ആരോപണവുമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ട അതിനെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ കൂടി ഒരുപക്ഷെ LDF ആസൂത്രണം ചെയ്തേക്കും. തുടരുക റോഷിപാൽ. മറ്റൊരു കാര്യം കൂടി നമുക്ക്